ചെറുപ്പം മുതൽ ഈ നിമിഷം വരെ ഞാൻ ജീവിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായി, അതായത് ഇന്ത്യക്ക് ശാപമായി അടിച്ചേൽപ്പിച്ച ജാതി വ്യവസ്ഥ ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 40 വർഷമായി ഞാൻ രചിച്ച ഗ്രന്ഥമാണ് കാസ്റ്റവേ. ഈ ഗ്രന്ഥത്തെ പറ്റിയും ഇതിന്റെ ഉള്ളടക്കവും ഇതിന്റെ ഗ്രന്ഥകർത്താവായി എനിക്ക് എന്താണ് ആവശ്യമെന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭാരതയാത്ര, അതിനെപ്പറ്റി വിവരിക്കാനാണ് ഈ പ്രസ് കോൺഫറൻസ്. ജാതി നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശയാത്ര കേരളത്തിൽ ഉടനീളം ഞാൻ മാർച്ചിൽ നടത്തുകയുണ്ടായി. അതിനുശേഷം ആൻഡമാൻ നിക്കോബാറിൽ പോർട്ട് ബ്ലെയറിലും ഞാനും എൻ്റെ സംഘവും പോയി ജാതി നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തുകയുണ്ടായി. ഇപ്പോൾ ഞാൻ നടത്തുന്നത് അതാണ്. അതായത് ഇന്ന് ജൂൺ 9 ഇവിടുന്ന് തിരിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് എൻ്റെ ആശയം ജനങ്ങളെ അറിയിച്ച് ജൂലൈ 18 ഞാനും എൻ്റെ കൂട്ടുകാരും ഡൽഹിയിലെത്തും. നവംബർ 30, 2013 കേന്ദ്ര ഗവൺമെന്റിന് എൻ്റെ ലീഗൽ നോട്ടീസ്, അതായത് ഈ പുസ്തകം ഒരു ലീഗൽ നോട്ടീസാണ്, ഇത് ഞാൻ നൽകുകയുണ്ടായി. ഇതിൽ ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിസംബർ 31, 2014 ഇന്ത്യയിൽ നിന്നും ജാതി നിർമ്മാർജ്ജനം ചെയ്തിരിക്കണം. രണ്ടാമതായി ഇന്ത്യയിലുള്ള സർവമാന ഹിന്ദുക്കളെയും ബ്രാഹ്മണരായി ഡിക്ലെയർ ചെയ്യണം. അതിന്റെ കാരണവും ഞാനിവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പാരമ്പര്യം 5000 വർഷങ്ങൾക്ക് മുമ്പ്, വാമനാവതാരത്തിന് മുമ്പ് ഇവിടെ ശ്രീ മഹാഭാരതത്തിന്റെ സംസ്കാരമായിരുന്നു ബ്രാഹ്മണിസം. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ, ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ സത്യം വദ, ധർമ്മം ചര, അതിഥി ദേവോഭവ. ഇതായിരുന്നു എൻ്റെ രാജ്യത്തിന്റെ ശ്രീ മഹാഭാരതത്തിന്റെ സംസ്കാരം. ആ സംസ്കാരം 5000 വർഷങ്ങൾക്ക് മുമ്പ് നശിപ്പിച്ചു. അതിനുശേഷം ഇവിടെ സംസ്കാരം ഉണ്ടായിട്ടില്ല. ഇവിടെ വർണ്ണവ്യത്യാസം ഉണ്ടായി. കറുത്തവരും വെളുത്തവരും ദ്വിവർണ്ണം ഇവിടെ ഏർപ്പെടുത്തി. അതിനുശേഷം കഴിഞ്ഞ 300 വർഷങ്ങൾക്കകം മാത്രമാണ് ഇവിടെ ജാതി സമ്പ്രദായം ഉണ്ടായി. ഇതെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ 85% കൂടുതൽ ആൾക്കാർ ഇവിടെ കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അറിയണം ജാതി എന്താണെന്ന്. ജാതി എന്ന് പറഞ്ഞാൽ അത് വർണ്ണ വിവേചനമാണ്, വേറെ ഒന്നും ജാതിയിൽ അർത്ഥമില്ല. ബ്രിട്ടീഷുകാരും ഇവിടുത്തെ ചില ആൾക്കാരും മാത്രം കൂടി ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ. 300 വർഷമേ ആയിട്ടുള്ളൂ. അത് ഇവിടുന്ന് മാറിയിരിക്കണം. ശാസനാരൂപേണ ഉള്ള എന്റെ നോട്ടീസാണ് ഞാൻ ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഡിസംബർ 31, 2014 ഇന്ത്യയിൽ നിന്നും ജാതി നിർമ്മാർജ്ജനം ചെയ്തിരിക്കണം. എന്റെ ശാസനമാണിത്. അതായത് ഇവിടെ കഷ്ടപ്പെടുന്ന 85% കൂടുതലുള്ള ആൾക്കാർ, 85 കോടിയിൽ പരം വരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അനുഭവിക്കുന്ന വേദന, കഷ്ടത, അടിമകളായി അവരെ ഇവിടെ ജീവിപ്പിച്ചിരിക്കുകയാണ്. അത് മാറ്റണം. അടിമച്ചങ്ങലയിൽ നിന്നും അവരെ നമുക്ക് മോചിപ്പിക്കണം. ഇത് നടത്തിയേ മതിയാവും. അതിനു വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പാരമ്പര്യം, ശ്രീ മഹാഭാരതത്തിന്റെ പാരമ്പര്യം, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന പാരമ്പര്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ് എന്റെ വ്രതം. ഈ വ്രതം നടപ്പാക്കിയേ മതിയാവൂ. ഇത് വേണ്ട എന്ന് പറയാൻ ആരും വരില്ല. എന്റെ പോർട്ട് ബ്ലെയറിലെ പ്രസ് കോൺഫറൻസിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശ്രീ നരേന്ദ്രമോദി ആയാലും ശ്രീ സോണിയാഗാന്ധിജി ആയാലും ആര് തന്നെ ഇവിടെ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റും ആയാലും ഈ സംഭവം നടത്തിയിരിക്കണം. Because I don't care who becomes the prime minister president of India, who becomes the ruler of India. I care for more than 85% of my people, my brothers and sisters, and I want this to be done. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തോ? അതെ അതെ അതെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് 1950-52 കാലഘട്ടങ്ങളിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതിയ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പുസ്തകം അത് ഈ ഇൻഡെക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ റെഫർ ചെയ്തിട്ടുണ്ട്. പുസ്തകത്തിന്റെ ആധാരം ഇതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, പുസ്തകത്തിന്റെ ആധാരം അതല്ല. ഒരിക്കലും വേറെ ആരും എഴുതിയ ആധാരമല്ല എന്റെ പുസ്തകം. ശരിയായിട്ട് വായിച്ചു വെക്കാൻ മനസ്സിലാവും. ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്. അതുപോലെ ആധികാരികമായിട്ട് പലരും സാർ വന്നിട്ടുണ്ട്. ഇവിടെ ആധികാരികമായിട്ട് പറഞ്ഞവർ പലരും ഉണ്ട്. പലരും വന്നു പറഞ്ഞു
ഒന്നും നേടാതെ തിരിച്ചു പോവുകയാണ് ഇവിടെ ഉണ്ടായത്. പറഞ്ഞത് ഈ പറഞ്ഞ ഇൻഡെക്സ് നിങ്ങൾ പറയുന്ന ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ആരെല്ലാം വന്നു സാർ, അതായത് 5000 വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ വർണ്ണവിജയത്തിന് ആഞ്ഞടിക്കാൻ വന്നവരാണ് ശ്രീ പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ. ഇവരെല്ലാം അതിന് വന്നവരാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ ജനത അത് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരെയും ആരാധിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ. ആരാധന നിർത്തണം, കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കണം. ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടുത്തെ ദളിതർ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ദളിതർ ആരാണെന്നുള്ളത്? കറുത്ത വർഗ്ഗക്കാര ഇന്ത്യക്കാരാണ് ഇവിടുത്തെ ദളിതർ. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനാണ് എന്റെ പുറപ്പാട്. മനസ്സിലായേ മതിയാവും. ഇതിനെ ഖണ്ഡിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരണം. എന്റെ 40 വർഷത്തെ നിരന്തര പരിശ്രമമാണ് എന്റെ ഈ പുസ്തകം. 40 വർഷം മുമ്പ് ഞാൻ തീരുമാനിച്ചതാണ് ജാതി നിർമ്മാർജ്ജനം ഞാൻ ചെയ്തിരിക്കും ഇവിടെ നിന്ന്. 2008 ഇതിന്റെ പരിപൂർണത എനിക്കുണ്ടായത്. അതായത് ഒരു കാര്യം കൂടെ സാർ കേൾക്കണം. സാറേ ഇംഗ്ലീഷിൽ അതൊരു പുസ്തകത്തിൽ സാറേ ഇംഗ്ലീഷിൽ ഒരു പുസ്തകം അതൊരു ക്യാപ്ഷനാണ്. ഇംഗ്ലീഷിലെ പുസ്തകത്തിന് ഒരു ക്യാപ്ഷൻ, അതിന് കാര്യമൊന്നുമില്ല. അതിനകത്തെ വായിച്ചു നോക്കണം. ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ ജാതി നിർമ്മാർജ്ജനം എന്ന ക്യാപ്ഷൻ ഇംഗ്ലീഷിൽ വരുന്നില്ല. ഒരു വാക്ക് അത് പല ക്യാപ്ഷനിൽ വന്ന ഒരു ക്യാപ്ഷനാണ്. അതൊന്നും കാര്യമാക്കണ്ട. പുസ്തകത്തിന്റെ കളറോ പുസ്തകത്തിന്റെ ഹെഡിങ്ങോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. അതിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കും എന്നോട് ചോദിക്കാം, ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. ഇത് വെറുതെ ഉണ്ടാക്കിയ ഇന്നും ഇന്നലെ ഒന്നും എഴുതിയാൽ ഇത് ആയിരക്കണക്കിനുള്ള പേജുകൾ റെഡ്യൂസ് ചെയ്ത് 9 പ്രഗത്ഭന്മാർ എഡിറ്റ് ചെയ്ത പുസ്തകമാണിത്. ഒരല്പം പോലും ഇതിന്റെ ഉള്ളടക്കം കളയാതെ, ഇതിന്റെ സത്ത നശിപ്പിക്കാതെ എന്റെ നേതൃത്വത്തിൽ ചെയ്തതാണ് ഈ പുസ്തകം. ഇത് ഒരു പുസ്തകമല്ല സർ, ഇതൊരു ലീഗൽ നോട്ടീസാണ്, വക്കീൽ നോട്ടീസാണിത്. എന്നെ സഹായിക്കാനായി എന്റെ കൂടെ വേറെ 33 ആൾക്കാരുണ്ട്. ഞങ്ങൾ ബ്രാൻഡ് ചെയ്ത ബസ്, മറ്റു കാറുകൾ, 2 കാറുകൾ നേരത്തെ പോയിരിക്കുന്നു. അതായത് എനിക്ക് വേണ്ടുന്ന എല്ലാ പെർമിഷൻസും എടുത്ത് ഹോട്ടൽ ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തു തരാം. ഈ കൂടെ 33 പേരെങ്കിലും ഈ ജാതി വേണ്ട എന്നുള്ള സംബന്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ഇവിടെ ആർക്കും ജാതി വേണ്ട സാർ. ഇവിടെ ജാതി വേണമെന്ന് ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജാതി വേണമെന്ന് സാറേ എന്റെ മുദ്രാവാക്യം ഇതാണ്, ജാതി നിർമ്മാർജ്ജനം. അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ജാതി പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സർ എനിക്കറിയാം പലരും പല ഭാഗങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. കാരണം ജാതി അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവിടെ ജാതി സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ജാതി സംവരണം മാറ്റിയിട്ട് നമുക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണമെന്ന് എന്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതാണ് ആവശ്യം. അതായത് ഉയർന്നവനും താഴ്ന്നവനും ജാതിയിലല്ല വേണ്ടുന്നത്. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന ആർക്കും സാമ്പത്തിക സംവരണം നൽകണം. അത് സ്റ്റേറ്റിന്റെ കടമയാണ്. അല്ലാതെ ജാതി നോക്കിയല്ല, ജാതി അടിസ്ഥാനത്തിലായിരിക്കരുത്. ജാതി സമ്പ്രദായം മാറ്റിയേ പറ്റൂ സർ. ഇവിടെ നിലനിൽക്കാൻ പറ്റുകയില്ല. കാരണം വേറൊന്നുകൂടെ അറിയാൻ പറ്റുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സുപ്രീം കോടതി, പരമോന്നത നീതിപരമായ ഇന്ത്യൻ സുപ്രീം കോടതി ഒരു വിധികളിലല്ല പല വിധികളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്, ജാതി വ്യവസ്ഥ ഇന്ത്യക്ക് ശാപമാണ്. എത്രയും പെട്ടെന്ന് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നുവോ അത്രയും ഇന്ത്യക്ക് നല്ലതാണ്. ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ വെളിയിലോട്ടൊരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, വി ആർ ഡിവൈഡഡ്, കം ആൻഡ് റൂൾ us. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ പുസ്തകത്തിൽ ഞാൻ എടുത്തെഴുതിയിട്ടേ ഉള്ളൂ. ഇത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി തലയിൽ പേടിക്കൊണ്ട് നടക്കുകയാണ് ഞാൻ. ആ വിധി ഇവിടെ നടപ്പാക്കിയേ പറ്റൂ. ഡൽഹിയിൽ വന്ന ഭരണകൂടം ഒന്നും നടപ്പാക്കിയിട്ടില്ല. കാരണം അവർക്ക് ആവശ്യമായിരുന്നു. എന്റെ നോട്ടീസ് നവംബർ 30, 2013 ഡൽഹിയിൽ എല്ലാവർക്കും കിട്ടി. ജാനുവരി 8 കൂടി ഇന്ത്യയിലെ എല്ലാ MLA മാർക്കും MP മാർക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സാർ എന്റെ പുസ്തകം എത്തിക്കഴിഞ്ഞു. യുണൈറ്റഡ് നേഷൻസിൽ എത്തി, ബാരക് ഒബാമയ്ക്ക് എത്തി. അവിടെ എല്ലാം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് പറഞ്ഞു ഇവിടെ പ്രകടിപ്പിക്കുന്നത്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്? ജാതിയുടെ പേരിൽ മനുഷ്യനെ അടിമയായി ജീവിപ്പിക്കുകയോ? അതല്ല ഹ്യൂമൻ റൈറ്റ്സ്. ഇവിടെ കിടക്കുന്ന നമ്മുടെ ജനതയെ അവർക്ക് വിമോചനം ഉണ്ടാകണം. അതാണ് ഇവിടെ ആവശ്യം. അതുണ്ടായേ മതിയാവൂ. ഈ പുസ്തകം ഇത് വിൽപ്പനയ്ക്കല്ല. ഒരു കാലത്തും ഒരു ബുക്ക് സ്റ്റോറിൽ ഈ പുസ്തകം കിട്ടില്ല. ഇതിന്റെ മൊത്തം റൈറ്റ്സ് ഞാൻ ഇതിന്റെ ഗ്രന്ഥകർത്താവാണെങ്കിലും പബ്ലിഷറുടെ കയ്യിൽ നിന്ന്
എല്ലാ റൈറ്റ്സും ഞാൻ എഴുതി വാങ്ങിയിരിക്കുകയാണ്. ഇത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ദുബായിലുള്ള എൻ്റെ 2 സുഹൃത്തുക്കൾ 5000 പുസ്തകം വെച്ച് അവർ പ്രിന്റ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. 10,000 കണക്കിന് കോപ്പികൾ പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എൻ്റെ കൂടെ ആൾക്കാരുണ്ട്. അവർക്ക് എന്നെ അറിയാം. കഴിഞ്ഞ 40 വർഷമായി ഞാൻ ചെയ്തിട്ടുള്ള സാമൂഹ്യ സേവനം ഞാൻ പറയുന്നത് ശരിയല്ല, തിരക്കി കണ്ടുപിടിക്കണം. ഈ നിമിഷം വരെ എങ്ങും ഒരു ഫെയിലിയറും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുള്ളൂ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കി എന്റെ കൂടെ വരുന്നവർ എന്നെ നല്ലതുപോലെ അറിഞ്ഞു വരണം. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ആരുടെയും ഫണ്ട് പിരിച്ചല്ല കാര്യങ്ങൾ ഞാൻ നടത്തുന്നത്. ഇതെന്റെ സ്വന്തം ഫണ്ടാണ്. ഞാൻ കഴിഞ്ഞ 30-35 വർഷമായി ഈ കാര്യത്തിന് വേണ്ടി സ്വരൂപിച്ച ഫണ്ടാണിത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിന്റെ കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. നമുക്ക് ഇവിടെ ജാതി വേണ്ട, നമുക്കിവിടെ മനുഷ്യൻ മാത്രം മതി. മനുഷ്യൻ മനുഷ്യനെ അറിയണം, അതാണ് നമുക്ക് ആവശ്യം. നന്ദി, നമസ്കാരം.